ഇന്ന് ലോക ടൂറിസം ദിനം. ഇന്നൽപ്പം യാത്രകളെ കുറിച്ച് സംസാരിക്കാം. സോളോ ട്രിപ്പിന്റെ കാലമാണല്ലോ. സൈക്കിളിലും മോട്ടോർ ബൈക്കിലുമൊക്കെ റോഡ് മാർഗം ലോകം ചുറ്റുന്നവർ ഏറെയുള്ള സമയം. അങ്ങനെ റോഡ് മാർഗം ഉലകം ചുറ്റാൻ ആഗ്രഹിക്കുന്നവർ മിസ് ചെയ്യരുതാത്ത ചില കാഴ്ചകളുണ്ട്. നദികൾക്കും പുഴകൾക്കും മീതെ നീണ്ടു കിടക്കുന്ന ചില രസികൻ പാലം യാത്രകൾ നിങ്ങളുടെ യാത്രയെ കൂടുതൽ മനോഹരമാക്കുമെന്ന് ഉറപ്പാണ്. അസമിലെ ഭൂപൻ ഹസാരിക പാലം. ലോഹിത് നദിക്ക് മുകളിലൂടെയുള്ള ധോല സാധിയ പാലത്തിന് ഏകദേശം 9.15 കിലോമീറ്റർ നീളമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണിത്. അസമിനെ അരുണാചൽ പ്രദേശുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം ആധുനിക കാലത്തെ അത്ഭുതമായാണ് വിലയിരുത്തുന്നത്. രണ്ടാമതായി ആന്ധ്രാപ്രദേശിലെ ഗോദാവരി പാലം. രാജമുണ്ട്രിയെയും കൊവ്വൂരിനെയും ബന്ധിപ്പിക്കുന്ന ഗോദാവരി നദിക്ക് മുകളിലൂടെയുള്ളതാണ് ഗോദാവരി പാലം. ഏകദേശം 4.1 കിലോമീറ്ററാണ് ഈ പാലത്തിന്റെ നീളം. സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും നദി സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നത് അതിമനോഹര കാഴ്ചയാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത്. അടുത്തതായി വെസ്റ്റ് ബംഗാളിലെ കൊറോണേഷൻ പാലം. സെവോക് പാലം എന്നും വെസ്റ്റ് ബംഗാളിലെ കൊറോണേഷൻ പാലം അറിയപ്പെടുന്നുണ്ട്. 1.8 കിലോമീറ്റർ നീളമുള്ള ഈ പാലം തീസ്ത നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ താഴ്വരയെയും ഈ പാലം ബന്ധിപ്പിക്കുന്നു. ഡാർജിലിംഗിലേക്കോ ഗാംഗ്ടോക്കിലേക്കോ പോകുമ്പോൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ഒഴുകുന്ന നദിയും ഇവിടുത്തെ മനോഹര കാഴ്ചകളിൽ ഒന്നാണ്. നാലാമതായി ബാദ്ര വർലി സീ ലിങ്ക് ആണ്. ഏകദേശം 5.6 കിലോമീറ്റർ നീളമുള്ളതാണിത്. മുംബൈയിലെ ഒരു പ്രധാനപ്പെട്ട ലാൻഡ് മാർക്ക് കൂടിയാണിത്. അറബിക്കടലിനെയും നഗരത്തിന് മുകളിലെ ആകാശത്തെയും മനോഹരമായി ആസ്വദിക്കാം. ആധുനിക വാസ്തുവിദ്യയുടെ അമ്പരപ്പിക്കുന്ന അടയാളം കൂടിയാണ് ഈ പാലം. അവസാനമായി നിവേദിത പാലമാണ്. ഹൂഗ്ലി നദിക്ക് മുകളിലൂടെ 1.6 കിലോമീറ്റർ നീളത്തിലാണ് നിവേദിത പാലം സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്തയിലേക്കും ഹൗറയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഈ പാലത്തിലൂടെ സുഗമവും മനോഹരവുമായ ഡ്രൈവിംഗ് ആണ് ആസ്വദിക്കാനാവുക. ഒപ്പം സഞ്ചാരികൾക്ക് ഹൗറ പാലത്തിന്റെ കാഴ്ചകളും കാണാവുന്നതാണ്. നല്ല യാത്രകളും മനോഹര കാഴ്ചകളും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. കണ്ടു തീരാത്ത ഇടങ്ങളിലേക്ക് ഒരിക്കലെങ്കിലും പോയി വരാൻ ഓരോ യാത്രകളും പ്രചോദനമാകട്ടെ.